അടിപൊളി ഒക്കെ കടന്നു നോക്കിയേ. പെയ്യലുണ്ടാ കണ്ട കണ്ട. ഹലോ മച്ചാമാരെ, അങ്ങനത്തെ ബോട്ടൊക്കെ കെട്ടി നിരോധനവും കാര്യങ്ങളും ആരംഭിച്ച് നമ്മൾ നേരെ വള്ളത്തിലോട്ട് ചാടിയിട്ടാ. അങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിൽ കയറിയിരിക്കുന്നത് ആഴക്കടലല്ല താഴെക്കടലിൽ പോയിട്ടുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോയുടെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ എപ്പോഴും വള്ളത്തിലൊക്കെ പോകണേട്ടാ. അങ്ങനെ വള്ളം കെട്ടഴിച്ച് വെളുപ്പിന് ഒരു 5:30 നമ്മൾ കടലിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ചുറ്റിനും വേറെ വേറെ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളൊക്കെ പുറകെ വരിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മുടെ മുനമ്പം അഴീക്കോട് തമ്മിൽ അങ്ങോട്ട് മുട്ടിച്ചുകൊണ്ട് ഒരു പാലം വരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, നമ്മുടെ വള്ളത്തിലെ ചാട്ടക്കാരനാണ്. കടലിൽ ചാടി വലയൊക്കെ അടിക്കണം നമ്മുടെ ചേട്ടനാണ്. പല വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത അപ്പുറവും ഇപ്പുറവും വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നേരെ അഴി കടക്കാൻ പോവുകയാണ്. അപ്പോൾ പരിശ്രമമുണ്ട്, അതിൻ്റെ അപ്പുറം ക്യാപ്റ്റൻ ഉണ്ട്, അങ്ങനെ നിരവധി വള്ളങ്ങൾ അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നേരെ അഴി കിടക്കണം. കടൽ ഇത്തിരി ഉണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങാടും ഇങ്ങാടും ചെറിയൊരു ചാട്ടവും മനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കാറ്റും കോളും മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ നേരെ കടലിലോട്ട് പോണത്. അപ്പം ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ചെമ്മീനും അയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ നേരെ പോണത്. അങ്ങനെ നമ്മുടെ വള്ളത്തിൻ്റെ കരിയർ എത്തി. ഇതാണ് കരിയർ വള്ളം. അതിനകത്ത് നമ്മുടെ കുട്ടൂച്ചേട്ടനൊക്കെ ഉണ്ട്. ശ്രീകൃഷ്ണപ്രസാദമാണ് വള്ളത്തിൻ്റെ ചെറുവള്ളം. മീൻ കോരാനും മറ്റും ഉപയോഗിക്കുന്നത് ഈ വള്ളവും കൊണ്ടാണ്. അങ്ങനെ യാത്ര നമ്മൾ ആരംഭിച്ച് ഏകദേശം ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. നേരമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വെളുത്ത് വരെയാണ്. ഈ ഒരു സമയം വല അടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ചെമ്മീനെ കണ്ടിട്ടുണ്ട്. ചെമ്മീൻ കണ്ടിട്ട് ആര്യക്കാരൻ ചേട്ടൻ്റെ സിഗ്നലിന് വേണ്ടി 2 പേര് ചാടാൻ വേണ്ടി നിൽക്കണ ഒരു കാഴ്ച കേട്ടാ. വള്ളത്തിലെ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ പഴയകാല ഒരു മീൻപിടുത്തവും കാര്യങ്ങളാണ്. ഇവർക്ക് ട്രോളിംഗ് നിരോധനം ബാധകമല്ല. ബോട്ടുകാർക്ക് 1.5 മാസം കടലിൽ കെട്ടിയിടണമെങ്കിലും ഇവർക്ക് അങ്ങനെ 1.5 മാസം കടലിൽ കെട്ടിയിടേണ്ട കാര്യമില്ല. ലൈലാൻഡ് വള്ളങ്ങൾ. അങ്ങനെ ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിലെ സ്രാങ്ക് ആര്യക്കാരൻ പറയണനുസരിച്ച് വള്ളം സ്പീഡിൽ അങ്ങാടും ഇങ്ങാടൊക്കെ നോക്കി അതിൻ്റെ രീതിയൊക്കെ നോക്കി നിർത്തുകയാണ്. കാരണം കടലിൽ കൂടെ ഇളകി വന്ന പോലെ ഇന്ന് കടലിൽ ഇത് നിറച്ച് വള്ളങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെ വള്ളങ്ങളാണ്. ഈ വള്ളങ്ങളൊക്കെ എപ്പോൾ വേണേലും വല അടിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് സ്രാങ്കുമാർ ശ്രദ്ധിച്ച് അങ്ങാടും ഇങ്ങാടും ഒക്കെ നോക്കിയാണ് വള്ളം ഓടിക്കണത്. പറഞ്ഞുകൊണ്ടിരിക്കണേ ഒരെണ്ണം ഇവിടെ അടി പൊട്ടിച്ചിട്ടുണ്ട്. വള്ളം വല അടിച്ച് കറങ്ങണ്. ഫ്രണ്ട്സാണ് വല അടിച്ചേക്കണത്. ചെമ്മീൻ കണ്ടിട്ട് കറങ്ങിയൊക്കെ അടിക്കണം. അങ്ങാടും ഇങ്ങാടും ഒക്കെ വള്ളങ്ങൾ മാറിയും മറിച്ചും തിരിച്ചും ഒക്കെ വല അടിക്കണ ഒരു കാഴ്ചയാണ്. ഇവിടെ കയ്യൂക്കും കഴിവുമാണ് ഇവിടുത്തെ മെയിൻ പരിപാടിയുടെ. കാരണം ആദ്യം കണ്ട് മീൻ കണ്ടവനെ അടിച്ച വള്ളം അവർക്ക് കിട്ടും മീൻ. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അങ്ങാടും ഇങ്ങാടും ഒക്കെ ഗ്യാപ്പിലൊക്കെ ഇട്ടൊക്കെ അടിക്കും. നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. വേഗം പരിപാടി നടത്തോട്ടാ. അതാണ് ഈ ഒരു പരിപാടി. അവിടെ ഇവിടെയൊക്കെ വല അടിച്ച് പൊട്ടിയേക്കണുണ്ട്. ഓരോടത്ത് വല അടിച്ച് തീർത്ത് ഓരോടത്ത് ചരിച്ചുകൊണ്ട് അടിക്കണ്. അങ്ങാടും ഇങ്ങാടൊക്കെ വല അടിക്കണ്. നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല. പക്ഷേ നമ്മളിത് മീനെ കണ്ടിട്ടുണ്ട്. നമ്മൾ മീനെ കണ്ട് നമുക്കൊരു ഇത് കിട്ടണം, ഒരു സൈഡ് കിട്ടിയിട്ടില്ല. ആ ഒരു സൈഡിൽ നിന്ന് ഒരു മേക്കിന്ന് മീൻ കണ്ടപ്പോൾ തന്നെ ഉണ്ണിച്ചേട്ടനൊക്കെ വലയിട്ട് ചാടിയിട്ടുണ്ട്. ഈ വല അടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ വല പോണ സമയത്ത് നമ്മൾ അവിടെ പോയി നിന്നേക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് എല്ലാവരും മാറി നിൽക്കും. അങ്ങനെ നമ്മൾ വല അടിച്ച് വല കറക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കേട്ടാ. മൊത്തമായിട്ട് നമ്മുടെ വല അങ്ങോട്ട് വിട്ട് ചെമ്മീനാണ് കണ്ടേക്കണത്. ചെമ്മീനും മീനൊക്കെ ആയിട്ട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കറങ്ങി വന്ന് വല കോരി എടുക്കുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ വല മൊത്തമായിട്ട് പോണ ഒരു കാഴ്ചയാണ്. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ കടലിലെ ഇനിയും നിരവധി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് റിങ്ങും കാര്യങ്ങളൊക്കെ വിട്ടു കൊടുക്കേണ്ടത് നമ്മുടെ സന്ദീപ് ഏണ്ണൊക്കെ റിങ് കണ്ട ഓരോ റിങ് വെച്ച് അങ്ങനെ വിടയാണ് കണ്ട. ആ ബീച്ചിൻ്റെ സൈഡിലെ കാര്യങ്ങളൊക്കെ അവരാണ് നോക്കണത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റോപ്പും വലയും എല്ലാം സ്പീഡിൽ അങ്ങ് പോവുകയാണ്. ഇനി കറങ്ങി വരുന്നൊരു കാഴ്ച ഞാൻ കാട്ടിത്തരാം. അങ്ങനെ നമ്മുടെ വല മൊത്തമായിട്ട് കടലിൽ അങ്ങ് റൗണ്ട് അടിച്ച് കറക്കി എടുത്തത് അവസാനം ഒരു പിടിച്ച് അങ്ങോട്ട് നിർത്തുകയാണ്. ഇനി എല്ലാവരും കൂടി വേഗം ചെല്ലോട്ടെ വല അടുത്തോട്ട്, വല മൊത്തമായിട്ട് ഇറങ്ങി പോവാണ്ടിരിക്കാൻ. പിന്നെ ഈ സമയത്ത് പാത്രം എടുത്ത് കൊട്ടനുണ്ട്.
പാത്രം എടുത്ത് കൊട്ടണ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു തരാം. ഇതേ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ വെള്ളത്തിൽ കിടക്കുകയാണ്, കണ്ട അങ്ങാടും ഇങ്ങാടും നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാത്രം കൊട്ടണത് ചെമ്മീനാണ് വലയിൽ കിട്ടിയേക്കണമെന്ന് തോന്നുന്നത്. അപ്പം ചെമ്മീൻ പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും കൂടി പ്ലേറ്റൊക്കെ ഇട്ട് കൊട്ടി ഇങ്ങനെ ഒച്ചയും ബഹളവും എടുക്കണത്. ഈ ഒരു സമയം വല കൈക്ക് പിടിച്ച് കയറ്റാറായിട്ടില്ല. നമ്മുടെ വീഞ്ചി കൂടി മൊത്തമായിട്ട് കമ്പ ഫുള്ളായിട്ട് അടയണം. അതായത് കമ്പ വഴി അടി വഴി പോകാണ്ടിരിക്കാൻ വേണ്ടി വല മൊത്തമായിട്ട് റോപ്പും കാര്യങ്ങളും ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വലയും കാര്യങ്ങളൊക്കെ പിടിച്ച് കയറ്റുള്ളൂ. അതായത് എല്ലാ റിങ്ങും കൂടി കയറി വരും. ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ സമയം എടുക്കും. പയ്യാണ് ഈ റോപ്പ് വലിച്ചെടുക്കുക. ഒറ്റയടിക്കൊന്നും വലിച്ചാൽ കിട്ടൂല. അതിനനുസരിച്ച് നമ്മൾ വിട്ട റിങ്ങെല്ലാം കൂടി പയ്യെ മേലോട്ട് കയറി വരും കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വീഞ്ചിൻ്റെ മുകളിൽ നിന്ന് ആളെടുത്ത് വെള്ളത്തിലോട്ട് ചാടും. അതായത് ചാളയും മയിലും മീനുകളൊക്കെ ആണെങ്കിൽ കമ്പേരോട് അടുത്ത് കൂടി പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി, മീനുകളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചാട്ടം ചെയ്യണട്ടാ. ഇത് ആൾ ചാടണം എന്ന് പറയും വെള്ളത്തിലോട്ട്. ഇപ്പം ഇവിടെ നമുക്ക് ചെമ്മീൻ കിട്ടിയത് കൊണ്ട് കൂടുതലും പ്ലേറ്റ് അടിച്ചാൽ മതി. മേലെ നിന്നുണ്ടാ എല്ലാവരും പ്ലേറ്റ് അടിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ അടുത്തോട്ട് വരൂല. അതുപോലെ തന്നെ നമ്മുടെ റോപ്പും കാര്യങ്ങളൊക്കെ പയ്യെ കയറിക്കൊണ്ടിരിക്കണത്. അപ്പുറം ചക്രമുണ്ട്. ഈ റോപ്പെല്ലാം മാടിയത് അതിനകത്താണ് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. വണ്ടി നൂലെന്നൊക്കെ പറഞ്ഞത് കണ്ടോ, മൊത്തമായിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതേ നമ്മുടെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ചുറ്റിപ്പിടിച്ച് വീഞ്ചിമേൽ റോപ്പ് അറിയാണ്ട് ഇങ്ങനെ പിണഞ്ഞു പോയി. അപ്പോൾ വേഗം തന്നെ അതെല്ലാവരും കൂടി വന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. റെഡിയാക്കി വീണ്ടും നമ്മൾ റോപ്പ് എടുക്കണം. റോപ്പ് മൊത്തമായിട്ട് കയറിയാലും മാത്രമാണ് നമുക്ക് വല പിടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അതുവരെയും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് മീൻ ബഹളമൊക്കെ ഉണ്ടാക്കി ചെമ്മീനൊക്കെ വലക്ക് പുറത്തോട്ടൊക്കെ ആയിട്ടൊക്കെ നിർത്താൻ നോക്കും. ഇങ്ങനെ പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഉള്ളിലൊക്കെ നിർത്താൻ നോക്കും. ഇതാണ് ഡിങ്കി അഥവാ ചങ്ങാടം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് കടലിൽ നമ്മൾ അങ്ങാടും ഇങ്ങോട്ടൊക്കെ വേഗം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വല പിടിക്കാനും വലയുടെ തെല്ല് പിടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഡിങ്കിയാണ് കേട്ടോ. ഇതിനെ പല നാളിലും പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ പോയിട്ട് ആ തെല്ലും വലയും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ചെമ്മീനാണ് നമുക്കിന്ന് വലയിൽ കിട്ടിയേക്കണത്. ഏകദേശം ചെമ്മീനാണ്. ഇപ്പോൾ എല്ലാവരും നല്ല ഉഷാറിൽ പ്ലേറ്റ് കൊണ്ട് കൊട്ടണ കാഴ്ച കേട്ടാ. പ്ലേറ്റ് കൊട്ടുമ്പോൾ പണ്ട് നമ്മൾ കൊറോണക്ക് നോർത്ത് ഇന്ത്യക്കാർ കൊട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. പക്ഷെ അതൊന്നും അല്ല സംഭവം. ഇത് മീന പിടിക്കാൻ വേണ്ടിയാണ്, ചെമ്മീൻ കിട്ടാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ആര്യക്കാരൻ ചേട്ടൻ ആലപ്പുഴക്കാരനാണ്. അവരുടെ പറശ്ശം വള്ളത്തിലെ പണിയും കാര്യങ്ങളൊക്കെ സീസൺ ഔട്ടാകുമ്പോൾ നമ്മുടെ വള്ളത്തിൽ അഥവാ ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിലോട്ടൊക്കെ വരും ഈ ആര്യക്കാരൻ ചേട്ടൻ. ആലപ്പുഴയിലാണ് ആളുടെ വീട്. അവേ നമ്മുടെ റോപ്പ് ഏകദേശം കയറി അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ റിങ് അടുത്തോട്ട് എത്തും. പയ്യെ നമുക്ക് വല പിടിച്ച് തുടങ്ങാം കേട്ടോ. വല പിടിച്ച് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമുക്ക് ചുറ്റിനും മുന്നിലൊക്കെ ആയിട്ടൊക്കെ വള്ളങ്ങൾ വല അടിച്ചിട്ടുണ്ട്. ഇതേ ചെമ്മീൻ അങ്ങാടും ഇങ്ങാടൊക്കെ ഓർഡറുണ്ട്. കിട്ടിയേക്കണ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ വലയിൽ പൂവാലനാണ്. പൂവാലൻ ചെമ്മീൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിച്ചു തരാം. വല നിറച്ച് പൂവാലൻ കിട്ടുന്നുണ്ട്. അങ്ങാടും ഇങ്ങാടൊക്കെ ഓർഡർ ഒരു കാഴ്ചയും കാര്യങ്ങളും കാണിച്ചു. അങ്ങനെ റിങ്ങെല്ലാം അവസാനം എത്തിയിട്ടുണ്ട്. കണ്ട റിങ് മൊത്തമായിട്ട് കയറി വരണം. ഇത് മൊത്തമായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല പിടിച്ച് കയറ്റാട്ടാ. ഇനിയുള്ള പണി നമ്മൾ വല പിടുത്തമാണ്. അപ്പോൾ ഈ റിങ് കയറുന്ന സമയത്ത് അതിനനുസരിച്ച് സ്രാങ്ക് കൂടെ വീഞ്ചി തട്ടിയിടുന്നുണ്ട്. റിങ്ങും കാര്യങ്ങളൊക്കെ പൊങ്ങി വന്ന് എല്ലാവരും കൂടി അതിൻ്റെ ഒട്ടക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ആ റോപ്പിൻ്റെ സൈഡില്ല ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് റോപ്പും കാര്യങ്ങളൊക്കെ പിടിക്കുകയാണ്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ പയ്യെ എല്ലാവരും വല പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും അണിയത്ത് പോയിട്ട് വലയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമരത്തും വല പിടിച്ച് തുടങ്ങിയിട്ടാ. ഇനി മൊത്തമായിട്ട് നമുക്ക് വല പിടിച്ച് കയറ്റാം. സ്രാങ്ക് അതിനനുസരിച്ച് ഇവിടെ തട്ടിക്കൊടുക്കുകയാണ് വീഞ്ചും കാര്യങ്ങളും. ഇത് തട്ടുന്നതനുസരിച്ചാണ് വീഞ്ച് അവിടെ കറങ്ങി കയറണേ കേട്ടാ. രണ്ട് സൈഡിൽ നിന്ന് കണ്ട വീഞ്ച് കണ്ട കയറുന്ന കയറ്റം കണ്ട. അങ്ങനെ നമ്മുടെ റിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് കയറിയതേ ഫുള്ളായിട്ട് കയറി. ഇനി വലയിൽ നിന്ന് മീനായാലും ചെമ്മീനായാലും ഒന്നും പുറത്തോട്ട് പോകില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇനി വല പിടിക്കുകയാണ്. നമ്മുടെ ചെറുവള്ളത്തിലെ ചേട്ടന്മാർ കുട്ടുചേട്ടനും അവരും എല്ലാവരും കൂടി ഏകദേശം അവിടെ വല പിടിച്ച് കുറച്ച് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം പണിയും കാര്യങ്ങളൊക്കെ എളുപ്പമാവും കേട്ടോ. അതുപോലെ നമ്മൾ വലിയ വള്ളത്തിൽ നിന്നും പിടിക്കുന്നുണ്ട്. അപ്പം മീൻ ഇനി പയ്യെ നമ്മുടെ ഈ വല അങ്ങോട്ട് ചുരുങ്ങി ചെറുതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴും നമ്മൾ കോരി മീനും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ചേട്ടന്മാർ അവിടെ ചെറുവള്ളത്തിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ ഈ ചെറുവള്ളത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? പ്രത്യേകതയല്ല, ഒരു കഷ്ടപ്പാടാണ്. ഇവർക്ക് വെയിലായാലും മഴയായാലും എന്തായാലും നേരിട്ട് കൊള്ളാം. വലിയ വള്ളത്തിലാകുമ്പോൾ നമുക്ക് കാറ്റും മഴയൊക്കെ വന്നാൽ അത്ര വലിയ കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക്
ചോറും കാര്യങ്ങളൊക്കെ മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കേണ്ടി വരില്ല. മര്യാദക്കൊക്കെ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ ഒന്ന് കിടന്നൊക്കെ ഉറങ്ങാം. പക്ഷേ ഇവർക്ക് വെയിലൊക്കെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊള്ളേണ്ടി വരും. അപ്പോൾ ഒരാൾ നേരെ പോയി ചാടി വെള്ളത്തിൽ പോയി അവിടെ പോയി തെല്ലിൻ്റെ ഒക്കെ ഉണ്ട് അവിടെ പോയിട്ട് റോപ്പ് കെട്ടി കൊടുക്കണം വല വലിച്ച് കയറാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പുറം ഡിങ്ങിലവിടെ നമ്മുടെ ഉണ്ണിച്ചേട്ടനെത്തി. ഉണ്ണിച്ചേട്ടൻ അവിടെ കണ്ട പയ്യെ പയ്യെ വലയും കാര്യങ്ങളൊക്കെ പിടിച്ച് വെച്ച് കൊടുക്കണ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ വള്ളത്തിലെ പണി എന്ന് പറഞ്ഞാൽ ബോട്ട് പണീനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കൂടുതലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള പണിയാണ്. കടലിലെ പണി ബോട്ടുകാർക്കാണെങ്കിൽ ആ ഒരു പണി വന്നില്ല. പങ്കയിൽ വല ചുറ്റിയാലും മറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് വെള്ളത്തിൽ ചാടേണ്ട അവസ്ഥയും കാര്യങ്ങളും വന്നതെങ്കിൽ ഈ ഒരു മീൻ പിടുത്തത്തിന് വെച്ചാൽ 3-4 പേരെങ്കിലും വെള്ളത്തിൽ വേണം. അതെന്തായാലും അവർ ചാടി വലയും കാര്യങ്ങളൊക്കെ കേട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങാടും ഇങ്ങാടൊക്കെ ചാടേണ്ടി വരും. അതാണ് ലൈലാൻഡ് വള്ളങ്ങളും ബോട്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി എല്ലാവരും കൂടി ഈണൊക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ പാടി ഓരോ താളത്തിലും ഈണത്തിലും ഒക്കെ വല പിടിച്ച് കയറ്റണം. എല്ലാവരും കൂടി വല പിടിച്ച് കയറ്റണം. നമ്മുടെ ആര്യക്കാർ ഏട്ടന്മാരൊക്കെ കൂടി അവിടെ നിന്ന് വല പിടിച്ച് കയറ്റണം. എല്ലാവരും ഒറ്റ ഇതിൽ വേഗം വല പിടിച്ച് കയറ്റാൻ നോക്കുകയുള്ളൂ. ഇനി വല കയറിയാലും മാത്രമേ നമുക്ക് വേഗം മീൻ കോരിയിട്ട് രണ്ടാമത്തെ വല അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ വലയാണ് നമ്മളിപ്പോൾ വേഗം പിടിച്ച് കയറ്റണം. നല്ല ചരക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒറ്റ വലയ്ക്ക് കരയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് വല കയറി വരുമ്പോൾ എത്രത്തോളം ചരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആവേശത്തിൽ നമ്മുടെ സ്രാങ്ക് അടക്കൻ്റെ നല്ല ഈണമൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി വല പിടിച്ച് കയറ്റേണ്ട. ചെമ്മീൻ കടന്ന് പെയ്യണ കണ്ട മെത്തണ കാഴ്ച കണ്ട ഇത് കണ്ട ഇത് നോക്കിയേ. എന്റെ പൊന്നെ ചെമ്മീൻ അവിടെ ഇവിടെ ഒക്കെ കടന്ന് നോക്കിയേ. ദേ ഓടിക്കളിക്ക ദേ ചെമ്മീൻ കടന്ന് പെയ്യണണ്ട കണ്ട ദേ പെയ്യാണ്. ചെമ്മീൻ ചാകര അവിടെ വലിയൊരു കിളയുണ്ട് അവിടെ. വല നിറച്ച് ചെമ്മീൻ കയറാൻ പോവേണ്ട. ചെമ്മീൻ കോരി എടുക്കണേ. ഇല്ല
കുറച്ച് മീനിട്ടോടാ മതിയടാ മതിയടാ എടാ വെള്ളം കളി കാണിച്ചു ചെമ്മീൻ പണി ഏകദേശം കഴിഞ്ഞ് ചെമ്മീനൊക്കെ കിട്ടി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മ അയിലൊക്കെ അടിക്കണ ഒരു കാഴ്ചയും കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് പൂവാലൻ ചെമ്മീൻ. ഞാൻ ആ വീഡിയോയിൽ ആദ്യം പറഞ്ഞായിരുന്നു പൂവാലൻ ചെമ്മീൻ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയണമെന്ന്. അങ്ങനെ പൂവാലൻ ചെമ്മീൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്നല്ലേ, ഈ അടിച്ച വല നമുക്ക് തിരിച്ച് കയറണ്ടേ, അതിനാണ് തട്ടിക്കയറ്റെന്ന് പറയും. വല തട്ടിക്കയറ്റില്ല, ആ ഒരു പരിപാടിയാണ് ഇപ്പം ചെയ്യണത്. നമ്മൾ പിടിച്ച് കയറ്റിയ വല വീണ്ടും തിരിച്ച് അതേപോലെ തന്നെ വെള്ളത്തിലോട്ട് ഇടുകയാണ്. വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് പിടിച്ച് വീണ്ടും കയറ്റും. ആ ഒരു കാഴ്ചയാണ് വല തട്ടിക്കയറ്റൽ എന്ന് പറയും. എന്നിട്ട് വേണം നമുക്ക് അടുത്ത മീൻ കാണുമ്പോൾ അടുത്ത വല അടിക്കാൻ. അതുപോലെ നമ്മൾ അടുത്ത മീനെയും കണ്ട് അടുത്ത വലയും അടിച്ച്. അപ്പോൾ ആ കാഴ്ച നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നത്തെ വലക്ക് കിട്ടിയത് നമുക്ക് അയിലേണ്ട. അപ്പോൾ ആ കാഴ്ച കാണാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വീണ്ടും താളവും മീണൊക്കെ ഇട്ട് വല തട്ടിക്കയറുന്ന ഒരു കാഴ്ച കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ അതെ തട്ടിക്കേറ്റ് രണ്ടാമത്തെ വല അടിച്ചിട്ടുണ്ട് കേട്ടാ. അയിലക്കാണ് അടിപൊട്ടിയേക്കണത്. ഉണ്ണിച്ചേനൊക്കെ ചാടി അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വല കറങ്ങിയാണ്. അയിലക്കാണ് അടിച്ചേക്കണത്. അയില ചെയ്യുമ്പോൾ മീൻ ഓട്ടം കൂടും. അതെന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ നമ്മുടെ വലതെ വള്ളം കറക്കി കറക്കി കൊണ്ടുവന്നൊരു കാഴ്ച കേട്ടാ. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ 3-4 പേരൊക്കെ ആയിട്ട് ആള് പാഞ്ഞുകൊണ്ടിരിക്കും. കാരണം അയില ചെയ്യുമ്പോൾ പുറത്തോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി വേഗം കണ്ട 1 ആള് 2 ആള് 3 ആളൊക്കെ പുറകെ ഇങ്ങനെ ചാടണ ഒരു കാഴ്ചയാണ് ബീഞ്ചിൻ്റെ അവിടെ നിന്ന്. ഒരാൾ ചാടി, ഇനിയിപ്പോൾ അടുത്ത ആൾ വേഗം തന്നെ ചാടും. മീനെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ്. മീൻ ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതുവഴി വന്നു കഴിഞ്ഞാൽ മീൻ പുറത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാറി മാറി ആൾ വെള്ളത്തിലോട്ട് ചാടണ കേട്ടാ. ഇനിയിപ്പോൾ പഴയതുപോലെ റിങ്ങും കാര്യങ്ങളും കയറുമ്പോഴേക്കും സമയം എടുക്കും. ആ സമയം നമുക്കിതേ ചോറിനുള്ള പരിപാടി നോക്കാം. ചോറ് വെന്ത് അതിനുള്ള കറി വേണ്ടേ, അതിന് വേണ്ടി ചെമ്മീൻ, നല്ല പൂവാലൻ ചെമ്മീൻ കഞ്ഞിരോളം ഒഴിച്ചേക്കണം. നല്ല പച്ച ചെമ്മീനാകുമ്പോൾ തൊലി ഉലിച്ചാൽ പോരൂല. അപ്പം അതുകൊണ്ട് ഇത്തിരി വേവിച്ചെടുക്കുമ്പോൾ വേഗം അതിൻ്റെ തൊണ്ട് ഉലിഞ്ഞ് പോരും. അതിന് വേണ്ടി കഞ്ഞിരോളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ പൂവാലൻ ചെമ്മീൻ അങ്ങോട്ട് കിള്ളി വേഗം എടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ചേട്ടന്മാർ വലയും കാര്യങ്ങളും പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ പിടിച്ച് തീരുന്നേക്കാളും മുന്നേ നമുക്ക്
കരയുടെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ചേട്ടന്മാർ 2-3 പേര് പിന്നെ ഞാനും ലാസ്റ്റ് ഇരുന്നട്ടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് 3-4 പേരും കൂടി ഇരുന്നിട്ട് വേഗം ആ ചെമ്മീൻ അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് കിള്ളി എടുക്കണ ഒരു കാഴ്ചയാണ്. കാരണം ഇത്രയും പേരുണ്ട് നമ്മുടെ വള്ളത്തിൽ, അതായത് പ്രസാദം വള്ളത്തിൽ 10-30 പേര് കൂടുതലുണ്ട് ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ചെമ്മീൻ്റെ 1-2-3 പേര് ഇവിടെയും പിന്നെ ഫ്രണ്ടിൽ 2 പേരും പിന്നെ ഞാനും അവസാനം ഇരുന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വേഗം മീറ്റ് കിള്ളി ക്ലീൻ ചെയ്തെടുക്കണ കാഴ്ച കേട്ടാ. നല്ല പച്ച പൂവാലാണ്. അപ്പോൾ ഒരു അടിപൊളി ചെമ്മീൻ കറി വന്നിട്ടാ. ചെമ്മീൻ കറി പാസ്സാക്കി വിടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ. വീണ്ടും എല്ലാവരും കൂടി ആവേശത്തിൽ വല പിടിച്ച് കയറ്റുന്നുണ്ട്. നമുക്ക് കടലിലെ പണി എന്ന് പറഞ്ഞാൽ ക്ഷീണമില്ല, വേഗം പരിപാടി ചെയ്യും. അങ്ങനെ ആദ്യത്തെ വല കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വല നല്ല ഉഷാറിൽ പിടിച്ച് കയറ്റാണ്. എന്നിട്ട് നമുക്ക് ചെമ്മീൻ കറിയും കൂട്ടി ചോറ് കഴിക്കണം കാണിച്ചു തരാം. അപ്പൊ നേരെ വള്ളത്തിലോട്ട് എടുക്കാൻ പോകേണ്ടത് മീൻ എടുക്കാൻ പോണത്. ദേ കൊണ്ടുവരും ആഹാ പെട്ടക്കള മീൻ ദേ വഞ്ഞു മക്കളെ, മീൻ വഞ്ഞു മക്കളെ, നല്ല പെട്ടക്കള അയില ദേ പൊട്ടി വീഴാൻ പോണേ. അടിപൊളി എന്റെ അടിപൊളി ഒരു കാഴ്ച. പേട വളക്കണ മീനക്കള എന്താ കാഴ്ച നോക്കി. മണി തുടങ്ങിയപ്പോ ഫസ്റ്റ് അയിലപ്പണി നമ്മുടെ കടവില് നമ്മുടെ വെള്ളം കൊടുത്തിട്ടാ പ്രസാദം കൊടുത്ത്, ശ്രീകൃഷ്ണ പ്രസാദം കൊടുത്തത് കണ്ട. പെയ്യണേ ദേവനി ഒട്ടാമുള കാഴ്ചകളോട് നോക്കി പൊട്ടി വീഴുമ്പോ കണ്ടു. എന്താണ് പെയ്ത്ത് മിന്നിത്തളങ്ങള് നമ്മുടെ അയിലത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് എടുക്കാണ് അവസാനത്തെ കിട്ടോ കലാശൊക്കെ ഉണ്ട്. കണ്ടിത് കിടന്ന് പേട്ടക്കള നല്ല പച്ചയില. അങ്ങനെ വള്ളത്തിൽ ചെമ്മീൻ കറി പാസ്സാക്കി എടുക്കാണ്. അപ്പൊ ഈ 2 റിങ് എന്തിനാണെന്ന് ചോദിക്കും. ഈ കലം അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചാൽ പലരും സംശയമാണ്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞു തരാട്ടെ. അറിയണം കൂട്ടാനാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ. അങ്ങനെ നമ്മുടെ വള്ളത്തെ വലയൊക്കെ അടിയൊക്കെ കഴിഞ്ഞ് അതിലേക്ക് കയറ്റി നമ്മൾ നേരെ പോവുകയാണ്, ആറ്റുംപുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ വലയും കാര്യങ്ങളും തട്ടി കയറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വള്ളത്തിലെ ചേട്ടന്മാരൊക്കെയാണ്. ഇത് എല്ലാവരും അമരത്തൊക്കെ വന്നിരിക്കുകയാണ്. വള്ളം നല്ല സ്പീഡിൽ, നല്ല ലൈലാൻഡിൻ്റെ വള്ളം എന്നൊക്കെ പറഞ്ഞ മീനോ നല്ല സ്പീഡിൽ ഓടിച്ചിട്ട് പിടിക്കണോണ്ട് നല്ല തള്ളി വെച്ചൊക്കെ പോവുകയാണ്. ഏകദേശം അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചക്കാലത്തെ ചോറൊക്കെ ചെറിയ വള്ളങ്ങളിലൊക്കെ ആൾക്കാരിന്ന് കഴിക്കുന്നുണ്ട്. ബദ്രിയ വള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കരിയറിലിരിക്കുന്ന ചേട്ടന്മാർ ചോറ് കഴിച്ചുകൊണ്ടിരിക്കണേ. എന്താണ് കറി, എന്താണ് സംഭവം നമുക്ക് അറിഞ്ഞൂടാ. അവർ ചോറ് കഴിക്കണേ. നമുക്ക് ചെമ്മീനാണ്ടാ. എല്ലാവർക്കും ചെമ്മീനാവണമെന്നില്ല. ചിലർ മീനെടുക്കും, കിട്ടണ പോലെയൊക്കെ അനുസരിച്ച് ചെയ്യും. നമ്മൾ ചെമ്മീനെടുത്ത് ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കറി പാസ്സാക്കി വിടണ ഒരു കാഴ്ചയാണ്. നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കണത്. പിന്നെ ഈ റിങ് എന്തിനാണ് വെച്ചേക്കണത് പലർക്കും സംശയം ഉണ്ടാവും. അതെന്ന് വെച്ചാൽ കടലിൽ ഇങ്ങോട്ട് തിരയൊക്കെ അടിക്കുമ്പോൾ ഈ കറി മറിഞ്ഞൊരിക്കലും നമ്മുടെ മേത്ത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ്, നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓരോ വള്ളവും നമ്മുടെ പക്കിനൊക്കെ ആയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഓർഡർ ഉണ്ട് അങ്ങാടും ഇങ്ങാടൊക്കെ. ഇനിയിപ്പോൾ വള്ളത്തിനുള്ള കളിയാണ്. വള്ളക്കാരുടെ കാലമാണ് ഇനി. ബോട്ടുകാരുടെ കാലം കഴിഞ്ഞ് ഇനി വള്ളക്കാരുടെ കാലമാണ്. ഇതേ ബദ്രിയ വള്ളത്തിലൊക്കെ ഉള്ള ചേട്ടന്മാരൊക്കെ എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ടിരിപ്പുണ്ട്. നമുക്കുണ്ട് ജേഴ്സി ഇട്ടോ. നമ്മുടെ ജേഴ്സി നീലയാണ്. അതെല്ലാവർക്കും കണ്ടവർക്ക് അറിയാം. ആകാശ് നീലയാണ് നമ്മുടെ ശ്രീകൃഷ്ണ പ്രസാദം വള്ളത്തിൽ എല്ലാവരും ജേഴ്സി. അപ്പോൾ നമ്മുടെ ചെമ്മിക്കറി വെക്കാനായിട്ട് സവാള ഇട്ടിട്ട് ഉപ്പിട്ട് അങ്ങോട്ട് റെഡിയാക്കണം. എന്താ സംഭവം, വെളിച്ചെണ്ണ ഒഴിച്ചാൽ സാധാരണ കറി വെക്കണമെന്ന് പലർക്കും സംശയം ഉണ്ടാവും. ഇത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ചെയ്തേക്കണത്. ഇത് ആ വെള്ളം പറ്റി പോകാൻ വേണ്ടിയാണ്. സവാളയില വെള്ളം പോയിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പയ്യെ വാട്ടി എടുക്കുകയാണ്. ഇനി വാട്ടി പയ്യെ സവാളയും പച്ചമുളകും എല്ലാം സാധനങ്ങളും ടൂൾസൊക്കെ എല്ലാം ചേർത്ത് റെഡിയാക്കണം. നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല ചെമ്മീൻ കറിയും ചൂടൻ ചെമ്മീൻ കറിയും ചോറൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ടല്ല. ഓ വായിന്ന് ഇപ്പം തന്നെ അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഒഴുകി വരാൻട്ടാ.
അങ്ങനെ ആവശ്യത്തിന് കുറച്ച് കൊടംപുളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. നമ്മുടെ ചെമ്മീക്കറിയുടെ ഗ്രേവി റെഡിയാക്കണ ഒരു കാഴ്ചയാണ്. നല്ലപോലെ തക്കാളിയും എല്ലാം വാട്ടിയെടുക്കണം. അപ്പോൾ അതെ ഷാനുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണ്ട്. ചെമ്മീൻ ഉപ്പുണ്ടാന്ന് നോക്കാൻ വേണ്ടിയാണ്. ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്താണല്ലോ, ഉപ്പിൽ വേവിച്ചെടുത്താണല്ലോ. അപ്പോൾ സംഭവം ഉഷാറാണെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ ഗ്രേവി പയ്യെ അങ്ങോട്ട് റെഡിയായി വന്നുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് പൊടിക്കൂട്ടുകളൊക്കെ ചേർത്ത് തുടങ്ങിയാണ്ടാ. നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടിക്കൂട്ടുകളെല്ലാം ചെറുതായിട്ട് രീതിയിൽ അങ്ങ് ചേർത്ത് അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് കൊടുക്കണം. മടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കണ ഒരു കാഴ്ചയാണ്. ഇനി മെയിൻ നമ്മുടെ ആശാനുണ്ട് മുളക് പൊടി. ഇതില്ലാണ്ടൊരു കറിയില്ല. വെള്ളത്തിലായാലും ബോട്ടിലായാലും കൂടുതലും കറിക്ക് എരിവ് വേണം. എരിവ് മുന്നിലോട്ട് നിൽക്കണം. അപ്പോൾ കറി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ചെമ്മിക്കറിയിൽ ഒരു കടി കടിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്തിയിട്ടുണ്ട്. നമ്മുടെ കൊപ്പറ കേട്ടാ. അത് നമ്മുടെ സന്ദീപേട്ടനും ഷാനുക്കയും കൂടി ചെയ്ത പരിപാടിയാണ്. അതിനകത്ത് അങ്ങോട്ട് കൊത്തിയിട്ടത്. അപ്പോൾ അതും കൂടി കൂട്ടി ഒരു കടി കടിക്കാമെന്ന് പറഞ്ഞു. സംഭവം ഉഷാറാവുമെന്ന് പറഞ്ഞു. ബാക്കി ഇതേ മല്ലിപ്പൊടി, മസാലപ്പൊടി, അങ്ങനെയുള്ള പൊടിക്കൂട്ടുകളൊക്കെ എല്ലാം കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങാട് നല്ല ഗ്രേവി ടൈപ്പായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് അങ്ങോട്ട് പൊടിക്കൂട്ടുകൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ട. നന്നായിട്ടൊന്ന് അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് മൊരിച്ച് അങ്ങോട്ട് എടുക്കും. എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ചാറ് പോലെ ആക്കും. എന്നിട്ടാണ് നമ്മുടെ പണി തുടങ്ങണത് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അതിന് വേണ്ടി നമ്മളിത് കഞ്ഞോളമാണ് പാസ്സാക്കി വിടണം. നമ്മളെപ്പോഴും വെള്ളത്തിൽ കറി വെക്കണുണ്ട്. ഈ പച്ചോളമല്ല ഒഴിക്കണത്. എപ്പോഴും കഞ്ഞിയുടെ തെളിനീരുണ്ടാവും. ആ തെളിനീര് ഒഴിച്ചാണ് നമ്മൾ ചാറ് എപ്പോഴും റെഡിയാക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല ചാറിൽ മുങ്ങിക്കിടപ്പുണ്ട്. കഴിഞ്ഞിട്ടില്ല പരിപാടി. ഇനി നമ്മുടെ മെയിൻ ചെമ്മീൻ സന്ദീപേനെ എടുത്ത് അങ്ങാട് ഇങ്ങോട്ടൊക്കെ കൊട്ടഞ്ഞ് നമ്മുടെ ചെമ്മീനുണ്ട്. ഇനി ഇവനങ്ങാട് ചേർത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. തട്ടിയിടണം അങ്ങോട്ട്. അട്ടപടലം പൊടിപടലം നമ്മുടെ ജിബിനാസിക്ക പറഞ്ഞ പോലെ അങ്ങോട്ട് തട്ടിയിടുന്ന ഒരു കാഴ്ച കേട്ടാ. തട്ടിയിട്ട് മൊത്തം കൂടെ അങ്ങോട്ട് തട്ടിയിട്ടിട്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് ആ ചെമ്മീനെ ചാറി കിടന്ന് മുങ്ങി വരാൻ വേണ്ടി നോക്കി നിൽക്കണം. എല്ലാവരും നോക്കി നിന്ന് പ്ലേറ്റൊക്കെ എടുത്ത് ചോറൊക്കെ എടുത്ത് പരിപാടി തുടങ്ങിയിട്ടാ. നല്ല ചോറും ഷാനുക്കൊക്കെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചെമ്മീൻ കറി എടുക്കണം. അപ്പോൾ ഷാനുക്ക് ആ സൈഡിൽ കൂടി പോയി ചെമ്മീൻ കറി എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. നന്നായിട്ട് എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. മൂക്കിലോട്ടൊരു മണമൊക്കെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കയറണം. ചെമ്മീക്കറ നല്ല അടിപൊളിയായിട്ട് ചാറൊക്കെ വറ്റി ചെമ്മീക്കറി കിടിലോ ആയിട്ട് അങ്ങ് റെഡി ആയിട്ടുണ്ട്. അത് കണ്ട അടിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങനെ നന്നായിട്ട് കുഴച്ച് കുഴമ്പ് പോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം നമ്മളെ ചെമ്മീനും കൊണ്ട് പോയ ചെറുവെള്ളം വന്ന് അങ്ങനെ അവർക്ക് നമ്മൾ വീണ്ടും ചോറൊക്കെ കഴിച്ച് അയില കോരി കൊടുക്കണ കാഴ്ച കേട്ടാ. എല്ലാവരും ചോറ് കഴിച്ചിട്ടില്ല. കുറച്ച് പേര് ചോറ് കഴിച്ച് ഇനി കുറച്ച് പേര് കഴിക്കാനുണ്ട്. അപ്പം അതിന് മുന്നേ അയില വേഗം കോരി കൊടുക്കണം. നല്ല പച്ചയോട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അയിലക്ക് വില കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കോരി വേഗം തന്നെ ബോക്സിൽ നിന്ന് നേരെ ചെറുവെള്ളം സൈഡിൽ പിടിച്ചിട്ടുണ്ട്. ആ ചെറുവെള്ളത്തിലോട്ട് കയറ്റി കൊടുക്കേണ്ട നമ്മുടെ അയിലക്കുട്ടന്മാരാ.
അങ്ങനെ നമ്മുടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ കടൽ കൊമ്പൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി കീടിലം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇനിയും വരും. അങ്ങനെ അവസാനം ഞാനും ചെമ്മീൻ കറിയും ചോറൊക്കെ ആയിട്ട് കഴിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. നല്ല കടലൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ടും നല്ല ചെമ്മീൻ കറി ചോറൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ ഇനിയും നല്ല അടിപൊളിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബൈ ബൈ.